ഒരു റൂം ഉണ്ടാക്കി സൗകര്യപ്പെടുത്തി കൊടുത്തെങ്കിൽ അതിന് ബ്രോക്കർമാർ ആദ്യത്തെ കിട്ടുന്ന വാടകനെ അവരോട് ചോദിച്ചു വാങ്ങുന്നു കമ്മീഷനായിട്ട്. ഇതിന്റെ വിധി എന്താവും? മനസ്സിലായില്ല, ഒന്നും കൂടി ഒന്ന് വിശദമാക്കി പറഞ്ഞാല്. ഇവര് ബ്രോക്കർമാരുണ്ടാകുന്നു ഇടയിൽ മിഡിൽമാന്. ഒരാളുടെ ബിൽഡിങ്, ഒരു മാലിക്കിന്റെ ബിൽഡിങ്, അത് അയാൾ വാടക കൊടുക്കുകയാണ്. വേറെ ഒരാള് വാടകയ്ക്ക് കൊടുക്കുന്ന ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ ഒരാള്, വാടകയ്ക്ക് എടുക്കുന്ന മുസ്തജിർ ഒരാള്. ഇപ്പൊ രണ്ടാളായി, മൂജിറും മുസ്തജിറുമായി. ഇനി അതിന്റെ ഇടയിലുള്ള ആള് ഇങ്ങനെ ശരിയാക്കി കൊടുത്തെങ്കിൽ അതിന്റെ ആദ്യത്തെ കിട്ടുന്ന ഇതുണ്ടല്ലോ വാടക, റെന്റ്, അതിനെ വാങ്ങുന്നതിന് കമ്മീഷനായിട്ട് വാങ്ങുന്നതിന് തെറ്റുണ്ടോ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ ഇജാറത്തുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാളാണ്, മൂജിർ മുസ്തജിർ. ഈ ബിൽഡിംഗ് റൂം വാടകയ്ക്ക് കിട്ടാൻ ആവശ്യമുള്ള ഒരാൾ ഒരു റൂം കണ്ടെത്താനും റൂം ഉണ്ടാക്കി വെച്ച ആൾക്ക് അതിന് ആവശ്യക്കാരെ കണ്ടെത്താനും വേണ്ടി അയാൾക്ക് വേണമെങ്കിൽ ഒരു ജോലിക്കാരനെ ഇജാറത്ത് ജാലത്ത് വകുപ്പിൽ നിശ്ചയിക്കാം. അവിടെ നിശ്ചിത സംഖ്യ അയാളുടെ ഉജറത്തായി നിശ്ചയിക്കണം. നിങ്ങൾ ആദ്യ വാടക ഏത് വാടക എന്ന് പറഞ്ഞാലും വേണ്ടിയില്ല, അതിന് ഇത്ര സംഖ്യ. ഉദാഹരണത്തിന് പറഞ്ഞോളൂ, ഞാനൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ഈ ബിൽഡിങ്ങിന് വാടക എടുക്കാൻ ആവശ്യമുള്ള ആളുകൾ നിങ്ങൾ കണ്ടെത്തി കൊണ്ടുതരണം. 4 റൂമിന് ആവശ്യക്കാരെ കൊണ്ടു തന്നാൽ നിങ്ങൾക്ക് ഞാൻ 5000 രൂപ കൂലിയായി തരാം. ഇതിന് വിരോധമല്ല. കാരണം അപ്പോൾ നിങ്ങളും ഞാനും കൂടി നടത്തിയത് ഒന്നിനിക്കലൊരു അമലിന് നിങ്ങളെ ഇജാറത്താണ് അല്ലെങ്കിൽ ജ്വാലത്താണ്, ആ വകുപ്പിൽ പെടുത്താം. അല്ല, അത് സംഖ്യമായാലും ആവണം. എനിക്കിത് ആ വാടകയായിട്ട് ബന്ധമില്ല. നിങ്ങൾ പേരെന്ത് പറഞ്ഞാലും